ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനഭാഗങ്ങളാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ഈശോനാഥൻ സ്വന്തം നാടായ നസ്രത്തിൽ ഒരു സാബത്ത് ദിവസം സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിക്കാൻ ആരംഭിക്കുന്നതും അവൻ്റെ പ്രബോധനത്തെ ജനങ്ങൾ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നതും, എന്നാൽ ഏറെ താമസിയാതെ അവൻ തങ്ങൾക്ക് പരിചിതനാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവൻ്റെ പ്രബോധനത്തെ തള്ളിക്കളയുന്നതും, അങ്ങനെ യേശുവിന് മറ്റിടങ്ങളിൽ ചെയ്ത അത്ഭുതങ്ങൾ ഒന്നും സ്വന്തം നാട്ടിൽ ചെയ്യാൻ സാധിക്കാതെ വന്ന് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നതുമാണ് ഇന്നത്തെ വചനഭാഗത്തിൻ്റെ സംഗ്രഹം. പ്രിയമുള്ളവരെ, മർക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ മുമ്പുള്ള അധ്യായങ്ങളിൽ ഈശോയുടെ ദൈവികമായിട്ടുള്ള ശക്തിയെ എടുത്തു കാണിക്കുന്ന പല അത്ഭുതങ്ങളും നമ്മൾ കാണുന്നുണ്ട്. യേശു പ്രപഞ്ചശക്തികൾക്കുമേൽ അധികാരമുള്ളവനായിരുന്നു, പിശാചിനുമേൽ അധികാരമുള്ളവനായിരുന്നു, രോഗങ്ങൾക്കുമേൽ അധികാരമുള്ളവനായിരുന്നു. ഇങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്ത ഈശോനാഥൻ സ്വന്തം നാട്ടിലെത്തി അവരുടെ വിശ്വാസമില്ലായ്മ ഒന്നുകൊണ്ട് മാത്രം അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാറിപ്പോകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ജനങ്ങളുടെ മനോഭാവത്തെയാണ് നമ്മൾ ഇന്നൊന്ന് ശ്രദ്ധിച്ച് വീക്ഷിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു മനോഭാവം നമ്മിൽ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് ഓരോ വിചിന്തനത്തിലും നമുക്കൊന്ന് നമ്മോട് തന്നെ ചോദിക്കാം. ഒന്നാമതായിട്ട്, ഈശോയുടെ പ്രബോധനത്തിന് ശേഷം ജനങ്ങൾ, ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, ഇവൻ്റെ സഹോദരങ്ങൾ നമ്മളോടുകൂടെ ഇല്ലേ, ഇവന് ഈ ദൈവിക ജ്ഞാനവും ഇവന് ഈ ഒരു പാഠവും എവിടെ നിന്നൊക്കെ ചെന്ന് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ ശരിയാണ്, നല്ല ചോദ്യങ്ങളാണെങ്കിൽ തന്നെയും അവരുടെ ആറ്റിറ്റ്യൂഡ് അത് വളരെ മോശമായിരുന്നു. നല്ല ചോദ്യങ്ങൾ തെറ്റായ ആറ്റിറ്റ്യൂഡോടുകൂടെ അവർ ചോദിച്ചു എന്നുള്ളതാണ് ഒന്നാമതായിട്ട് അവർക്ക് വന്ന വീഴ്ച. തീർച്ചയായിട്ടും ഈ ഒരു മാനസികാവസ്ഥ നമുക്കും കടന്നു വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും ചെറിയൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ചില മീറ്റിങ്ങുകളിലും യോഗങ്ങളിലുമൊക്കെ ചിലർ വന്നിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഈ ചോദ്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ അവരുടെ മനോഭാവം എപ്രകാരമായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മീറ്റിംഗ് അലങ്കോലമാക്കാനും അല്ലെങ്കിൽ അവിടെയുള്ള അസ്വസ്ഥത ഉളവാക്കാനും മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ജനിപ്പിക്കാനും ചിലപ്പോൾ ചില ചോദ്യങ്ങൾ വഴിവെക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു മാനസികാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ചോദ്യങ്ങൾ തെറ്റായ രീതിയിലുള്ള മനോഭാവത്തോടു കൂടെയാണോ നമ്മൾ ഉന്നയിക്കുന്നത്? രണ്ടാമതായിട്ട്, അവിടുത്തെ ജനങ്ങൾ യേശുവിനോടുള്ള പരിചയം കൊണ്ട്, അതിപരിചയം കൊണ്ട് യേശുവിനെ ദൈവമായിട്ട് തിരിച്ചറിയുവാൻ സാധിക്കാതെ പോയി. അതിപരിചയത്വം എന്നുള്ളത് അതും ഒരു തെറ്റായ രീതിയിലേക്ക് നമ്മളെ നയിക്കും. ഒരു ചെറിയ ഉദാഹരണത്തിന്, ദിവ്യബലിയിൽ ചെറുപ്പം മുതലേ പങ്കെടുക്കുന്നവരാണ് നമ്മൾ. കുറേ നാള് ദിവ്യബലിയിലോട് നമുക്കുണ്ടായിരുന്ന ഒരു ശരിയായിട്ടുള്ള ബോധ്യം ചിലപ്പോൾ വളർന്നു വരുമ്പോൾ പരിചയം കൊണ്ട്, അതിപരിചയം കൊണ്ട് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ വെറും ഒരു കർമ്മ അനുഷ്ഠിക്കുന്ന പോലെ ദിവ്യബലിക്ക് വന്ന് തിരിച്ചു പോകുന്നവരായിട്ട് മാറും. അവിടെ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ദൈവത്തെ ശരിയായ രീതിയിൽ ബോധ്യത്തോടുകൂടെ കാണാനായിട്ട് പറ്റാതെ വരും. അതുകൊണ്ട് അതിപരിചയം എന്നുള്ള ഒരു കാര്യം അത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം. മൂന്നാമതായിട്ട്, സാധാരണ കാര്യങ്ങളിലുള്ള ദൈവികതയെ ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ വരും. അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് അവിടെ ദൈവം ഉള്ളത് എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ബോധ്യം കടന്നു വരുന്നത് ഒരാപത്താണ്. സാധാരണ കാര്യങ്ങളിലുള്ള ദൈവികതയുടെ അംശം അത് എൻ്റെ നയനങ്ങൾ കൊണ്ട്, എൻ്റെ ചിന്തകൾ കൊണ്ട് വിവേചിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. യേശു ഒരു സാധാരണ മനുഷ്യനെ പോലെ
അവർക്ക് തോന്നിച്ചു എന്നുള്ളതാണ് അവനെ അവിശ്വസിക്കുവാനുള്ള കാരണമായി തീർന്നത്. പലപ്പോഴും മൂല്യങ്ങളേറുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ നമ്മൾ വില കൊടുക്കുന്നത് ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളെക്കാൾ ഉപരിയായിട്ട് അവൻ എന്താണോ അണിഞ്ഞിരിക്കുന്നത്, അവൻ എന്തിലാണോ സഞ്ചരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മൂല്യം കണ്ട് ഒരാൾ വിലയിടും. പക്ഷെ അവൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അവനെ മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ പലപ്പോഴും പിന്നോക്കം പോകാറുണ്ട്. പ്രിയമുള്ളവരെ, ഈ 3 ചിന്താഗതികളെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് നമ്മോട് തന്നെ ചോദിക്കാം. നമ്മുടെ ജീവിതങ്ങളെ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കി മാറ്റുവാനായിട്ടും നമ്മുടെ ജീവിതത്തിൽ അവരൊത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ ഉതകുന്ന രീതിയിലുള്ളൊരു മാനസികാവസ്ഥ, ഒരു വിശ്വാസത്തിൻ്റെ സമഗ്രത നമ്മളിൽ ഉണ്ടാക്കുവാനായിട്ടും നമുക്ക് സാധിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.